ഞാനിങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ കോമ്പറ്റീഷൻ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞ് ടീച്ചർ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എന്നെ ക്ലാസ് കൊണ്ട് അപ്പം ഞാൻ ഞെട്ടി. എനിക്കോ അപ്പം എനിക്കോ എന്നുള്ള രീതിയിൽ അത് തന്നെ. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ ആ പാട്ട് ഏതായിരുന്നു അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പാട്ട്? അത് നായക ജീവദായക ഇങ്ങനത്തെ ഒരു പാട്ടായിരുന്നു. ഭക്തിഗാനമാണ്, തരംഗിണിയുടെ പാട്ട്. ആ പണ്ടത്തെ ഒരു സീരീസിലുള്ള ഭക്തിഗാനം. അപ്പോൾ ഞാനിത് കേട്ട് പഠിച്ച ഒരു പാട്ടാണ്. കാരണം എൻ്റെ വീട്ടിൽ സെറ്റൊന്നുമില്ല, റേഡിയോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അമ്മ പാടുന്നത് അമ്മ പാടുന്നതല്ല, എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ചേട്ടായി ഉണ്ടായിരുന്നു, ഒരു സതീശൻ എന്ന് പറഞ്ഞ ചേട്ടായി ഉണ്ട്. ശരി. പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാസറ്റ്സ് എന്തിറങ്ങിയാലും അപ്പം തന്നെ മേടിക്കും. പിന്നെ ഈ തരങ്ങിണിയുടെ ഭക്തിഗാനങ്ങളുടെ കാസറ്റിൻ്റെ എല്ലാ കളക്ഷനും ആ കാലഘട്ടങ്ങളിലുള്ള എല്ലാ കളക്ഷനും പുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിസ്മസോ ഈസ്റ്ററോ ഒക്കെ വരുമ്പോഴാണ് ഈ തരങ്ങിണിയുടെ പാട്ടുകൾ റിലീസാകുന്നത്. ഇപ്പം നമുക്ക് എല്ലാ ആഴ്ചയിലും പാട്ടുകൾ ഇറങ്ങുന്ന പോലെയല്ല. അപ്പോൾ ഈ പാട്ടുകൾ എന്നും പ്ലേ ചെയ്യും അവിടെ. എന്നും പ്ലേ ചെയ്യും. അത് ഇന്നിപ്പോൾ ആൾക്കാർ പാട്ട് കേൾക്കുന്നത് വീട്ടിൽ ഉള്ള ആരൊക്കെ എന്തൊക്കെ പാട്ട് കേൾക്കണമെന്ന് പോലും നമുക്കറിയാം. നമുക്കറിയില്ല, സത്യം. അതെ അതെ.